സോ ഹലോ ഗൈസ്, ഞാനാണ് അതിഥി. അപ്പോൾ എല്ലാവർക്കും മലയാളം ടെക് ഫാക്ടറി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ കുറേ അധികം ആൾക്കാർ ഇപ്പോൾ ഫോൺസ് വാങ്ങുന്നൊരു പ്രൈസ് കാറ്റഗറിയാണ് അണ്ടർ 30,000 എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 30,000 രൂപയ്ക്ക് താഴെ നമുക്ക് വാങ്ങാൻ സാധിക്കുന്ന ബെസ്റ്റ് 3 ഫോൺസിനെ കുറിച്ചാണ്. സോ 30,000 രൂപയ്ക്ക് താഴെ നമുക്ക് വാങ്ങാൻ സാധിക്കുന്ന ബെസ്റ്റ് 3 ഫോൺസിൻ്റെ ലിസ്റ്റിൽ ഫസ്റ്റ് വരുന്ന ഫോണാണ് OnePlus Nord CE4 5G എന്ന് പറയുന്ന ഫോൺ. സോ നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഓൾറൗണ്ടർ ഫോണാണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഫോൺ കൺസിഡർ ചെയ്യാം. എനിവേ ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് കടക്കുകയാണെങ്കിൽ 6.7 ഇഞ്ചസിൻ്റെ ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു AMOLED ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്, 900 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. Qualcomm Snapdragon 7 Gen 3 എന്ന് പറയുന്ന 5G ചിപ്സെറ്റ് ആണ് വരുന്നത്. പിന്നീട് LPDDR4X RAM ആണ് വരുന്നത്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് ആണ് വരുന്നത്. 50 മെഗാപിക്സൽ ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ് റയർ സൈഡിൽ വരുന്നത് വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. ഫ്രണ്ട് സൈഡിലായിട്ട് 16 മെഗാപിക്സലിൻ്റെ സെൽഫി ഷൂട്ടർ ലഭിക്കുന്നുണ്ട്. Wi-Fi 6 വരുന്നുണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5.4 ആണ് വരുന്നത്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നുണ്ട്. 5500 mAh ബാറ്ററി വരുന്നുണ്ട്. ഇത് ചാർജ് എടുക്കാൻ വേണ്ടി 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഇൻബോക്സ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഈ ഫോണിൽ വന്നിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് 14 മോഡലായിട്ട് Oxygen OS 14 ആണ്. ഫൈനലി 8GB റാമും 128GB ഇൻറ്റേർണൽ സ്റ്റോറേജും വരുന്ന വേരിയൻ്റെ പ്രൈസ് വരുന്നത് 24,999 ആണ്. സോ ഞാൻ ഈ ഫോൺ മെയിനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഓൾറൗണ്ടർ സെറ്റപ്പ് വരുന്നൊരു ഫോണാണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഫോൺ കൺസിഡർ ചെയ്യാം. കാരണം ഈ ഫോണിൽ നമുക്ക് നല്ല ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്, നല്ല ക്യാമറ പെർഫോമൻസ് വരുന്നുണ്ട്. പിന്നീട് പെർഫോമൻസിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ Qualcomm Snapdragon 7 Gen 3 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് വരുന്നത്. സോ പെർഫോമൻസ് നല്ലതാണ്, അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഗെയിമിംഗ് ഒക്കെ ചെയ്യാനും പറ്റും. പിന്നെ നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് തരുന്നൊരു ഫോണാണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫോൺ കൺസിഡർ ചെയ്യാം. കാരണം 5500 mAh ബാറ്ററിക്ക് വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നിങ്ങളുടെ മെയിൻ റിക്വയർമെൻറ്റേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഫോൺ കൺസിഡർ ചെയ്യാം. ഇനി നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത് വരുന്ന ഫോണാണ് iQOO Neo 7 Pro 5G. സോ നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് ഫോണാണ് നോക്കുന്നതെങ്കിൽ ഇതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. എനിവേ ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് കടക്കുകയാണെങ്കിൽ 6.7 ഇഞ്ചസിൻ്റെ ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു AMOLED ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. HDR10+ൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ ആണ്. 1300 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സും ലഭിക്കുന്നുണ്ട്. പിന്നീട് ഈ ഫോണിൽ വന്നിരിക്കുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് Qualcomm Snapdragon 8+ Gen 1 എന്ന് പറയുന്ന 5G ചിപ്സെറ്റ് ആണ്. പിന്നീട് LPDDR5 RAM ആണ് വരുന്നത്. UFS 3.1 സ്റ്റോറേജ് ആണ് വരുന്നത്. റയർ സൈഡിലായിട്ട് 50 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ലഭിക്കുന്നത് വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. ഫ്രണ്ട് സൈഡിൽ 16 മെഗാപിക്സലിൻ്റെ സെൽഫി ഷൂട്ടറാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആണ് വരുന്നത്. Wi-Fi 6 വരുന്നുണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നുണ്ട്. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. ഇത് ചാർജ് എടുക്കാൻ വേണ്ടി 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഇൻബോക്സ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 13 മോഡലായിട്ട് FunTouch OS 13 ആണ് ഈ ഫോണിൽ വന്നിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നീട് 8GB റാമും 128GB ഇൻറ്റേർണൽ സ്റ്റോറേജും വരുന്ന വേരിയൻ്റെ പ്രൈസ് വരുന്നത് 29,999 ആണ്. സോ ഞാൻ ഈ ഫോൺ മെയിനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങൾ അണ്ടർ 30Kയിൽ നല്ലൊരു ഗെയിമിംഗ് ഫോണാണ് നോക്കുന്നതെങ്കിൽ ഈ ഫോൺ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. കാരണം നമുക്ക് ഈ ഫോണിൽ Qualcomm Snapdragon 8+ Gen 1 എന്ന് പറയുന്ന 5G ചിപ്സെറ്റ് കിട്ടുന്നുണ്ട്. സോ നല്ലൊരു പെർഫോമൻസ് തന്നെ തീർച്ചയായിട്ടും കിട്ടും. പിന്നെ LPDDR5 ആൻഡ് UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് നല്ലൊരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. സോ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഇവൻ പുലിയാണ്. പിന്നെ ക്യാമറ പെർഫോമൻസ് നല്ലതാണ്. കാരണം എന്ന് പറഞ്ഞാൽ iQOO നമ്മുടെ വിവോയുടെ സബ് ബ്രാൻഡാണ്. സോ വിവോയുടെ ലെവലുള്ളൊരു പ്രോസസ്സിംഗ് ആണ് നമുക്ക് ഈ ഒരു ഫോണിലും കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ ക്യാമറ പെർഫോമൻസ് നല്ലതാണ്. പിന്നെ ഡിസ്പ്ലേയും കാര്യങ്ങളും ഒക്കെ നല്ലതാണ്. നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്. സോ നിങ്ങൾ അണ്ടർ 30Kയിൽ നല്ലൊരു ഗെയിമിംഗ് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മേടിച്ചോ, നൈസ് ഫോണാണ്. ഇനി നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായിട്ട് വരുന്ന ഫോണാണ് Moto Edge 50 Pro 5G. സോ നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫീച്ചേഴ്സും അതുപോലെ തന്നെ എക്സ്പീരിയൻസും കിട്ടുന്ന ഒരു ഫോണാണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഫോൺ കൺസിഡർ ചെയ്യാം. എനിവേ ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് കടക്കുകയാണെങ്കിൽ 6.7 ഇഞ്ചസിൻ്റെ 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു PO LED ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നത്. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ ആണ്. 2000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സും കിട്ടുന്നുണ്ട്. പിന്നീട് ഈ ഫോണിൽ വന്നിരിക്കുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് Qualcomm Snapdragon 7 Gen 3 എന്ന് പറയുന്ന 5G ചിപ്സെറ്റ് ആണ്. പിന്നീട് LPDDR5 RAM വരുന്നുണ്ട്. UFS 3.1 സ്റ്റോറേജ് വരുന്നുണ്ട്. റയർ സൈഡിലായിട്ട് 50 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത് വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. പിന്നീട് ടെലിഫോട്ടോ ക്യാമറയും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡിലായിട്ട് 50 മെഗാപിക്സലിൻ്റെ ഒരു സെൽഫി ഷൂട്ടറാണ് കിട്ടുന്നത്. NFC സപ്പോർട്ട് വരുന്നുണ്ട്. IP68 റേറ്റിംഗ് വരുന്നുണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറും വരുന്നുണ്ട്. പിന്നീട് 4500 mAh ബാറ്ററിയാണ് വരുന്നത്. ഇത് ചാർജ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ലോവർ വേരിയൻറ്റിൽ 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും അതുപോലെ തന്നെ ഹയർ വേരിയൻറ്റിൽ 125 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഇൻബോക്സ് ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നീട് ഈ ഫോണിൽ വന്നിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് 14 മോഡലായിട്ട് Hello UI ആണ്. ഫൈനലി ഈ ഫോണിൻ്റെ 8GB റാമും 256GB ഇൻറ്റേർണൽ സ്റ്റോറേജും വരുന്ന വേരിയൻ്റെ പ്രൈസ് വരുന്നത് 31,999 ആണ്. സോ ഈ ഫോണിൻ്റെ പ്രൈസ് വരുന്നത് 32,000 രൂപയാണ്. പക്ഷേ എന്നാൽ പോലും ശ്രദ്ധിക്കേണ്ട കാര്യം 8GB റാം 256GB ഇൻറ്റേർണൽ സ്റ്റോറേജും വരുന്ന വേരിയൻ്റെ പ്രൈസാണ് ഈ പറയുന്ന 32,000. അതുകൊണ്ട് തന്നെ ഓഫേഴ്സൊക്കെ വരുന്ന സമയത്ത് സുഖമായിട്ട് നമുക്ക് ഈ ഫോൺ 30,000 രൂപയ്ക്ക് താഴെ വാങ്ങാൻ സാധിക്കും. സോ ഞാൻ ഈ ഫോൺ മെയിനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങൾക്കൊരു പുതിയ ഫ്ലാഗ്ഷിപ്പ് ഫോൺ വാങ്ങി എക്സ്പീരിയൻസ് ചെയ്യണം, പക്ഷേ അത്രയും ബഡ്ജറ്റ് ഇല്ല, അറൗണ്ട് ഒരു 30K നിങ്ങളുടെ ബഡ്ജറ്റെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫോൺ കൺസിഡർ ചെയ്യാം. കാരണം ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിന് വേണ്ടി
വേണ്ടുന്ന എല്ലാ യോഗ്യതകളും ഈ ഫോണിനുണ്ട്. IP68 റേറ്റിംഗ് വരുന്നുണ്ട്, 50 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്, ഉഗ്രൻ ബിൽഡ് ആൻഡ് ഡിസൈൻ വരുന്നുണ്ട്, നല്ല ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്, നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട്, ഉഗ്രൻ ക്യാമറ സെറ്റപ്പ് ആൻഡ് ക്യാമറ പെർഫോമൻസ് വരുന്നുണ്ട്. ഈവൻ നമുക്ക് ടെലിഫോട്ടോ ക്യാമറ വരെ ഈ ഫോണിൽ കിട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലുള്ള ഫ്ലാഗ്ഷിപ്പ് ഫീച്ചേഴ്സും വരുന്നൊരു ഫോണാണിത്. സോ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഫോൺ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഫോൺ വാങ്ങാം. സോ ഇതൊക്കെയാണ് 30,000 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്ന ഏറ്റവും ബെസ്റ്റ് 3 ഫോൺസ്. സോ എന്തായാലും ഈ പറയുന്ന എല്ലാ ഫോൺസിൻ്റെ പർച്ചേസ് ലിങ്ക് ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.